ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിൽ ഇല്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്ന് രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും. സാക്ഷാത്കാരത്തിൽ അണയാത്ത നമുക്ക് ജീവിതം ദ്വന്ദ്വാത്മകമാണ്, ലോകം ദ്വന്ദ്വാത്മകമാണ്. അതിനാലാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പഴയത് പുതിയത്, ഇന്നലെ ഇന്ന് നാളെ എന്നൊക്കെ നാം വിഭജിച്ചു കാണുന്നതിനെ ഗുരു സൂചിപ്പിച്ചത്. ശരിയായ ബോധോദയത്തിൽ എല്ലാം ഏകസത്തയാണ്. അതിന് ദ്വന്ദ്വഭാവങ്ങൾ ഇല്ല, അദ്വൈതമാണ്. ഇത് അറിവിൻ്റെ കാര്യത്തിലും ബാധകമാണ്. നമുക്ക് അറിവ് പുറത്തുള്ള സംഗതിയാണ്. നാം വേറെ, അറിവ് വേറെ. അറിവ് ലഭിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ആണ്. നമ്മിൽ അറിവ് കുടികൊള്ളുന്നില്ല. ഈ ദ്വൈതഭാവം വന്നത് എന്തുകൊണ്ടാണ്? അറിവിലേക്ക് ഉണരാത്തതുകൊണ്ട്, ബോധം പക്വമാകാത്തതുകൊണ്ട്. അതിനാൽ ഗുരു പറയുന്നു, അറിവ് വേറെ ഞാൻ വേറെ എന്നൊന്നില്ല. അറിവില്ലാതെ ഞാനില്ല. എന്നെ വിട്ട് അറിവിനും അസ്തിത്വമില്ല. അതായത് ഞാൻ തന്നെയാണ് അറിവ്, അറിവ് തന്നെയാണ് ഞാൻ. തത്വമസി, അതുതന്നെയാണ് ഇത്. എൻ്റെ അറിവ് എന്നൊന്നില്ല. എനിക്ക് കൈവശം വയ്ക്കാവുന്ന ഒന്നല്ല അറിവ്. അറിവെന്നാൽ ഞാനെന്ന ചൈതന്യമാണ്. അത് ആ പ്രകാശമാണ്. അത് എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. അറിവ്, അറിയുന്നവൻ എന്നിങ്ങനെ വേർതിരിവിന് അവകാശമില്ല. നൃത്തത്തിൽ നിന്ന് നർത്തകനെ വേർപെടുത്താനാകില്ല. പ്രവാഹിനിയിൽ നിന്ന് പ്രവാഹത്തെ വേർപെടുത്താനും കഴിയുകയില്ല. നാം അങ്ങനെ വേർപെടുന്നു എങ്കിൽ അത് അസത്യമാണ്. ഒന്നായത് എങ്ങനെയാണ് രണ്ടാകുന്നത്? ഒന്ന് മാത്രം. അതിന് രണ്ടെന്ന ഭാവം ഇല്ല. രണ്ടെന്ന ഭാവം ഉദിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഒന്നിലേക്ക് ഉണരാനായിട്ടില്ല എന്നാണ്. നാം എന്നത് ആത്യന്തിക സത്യം തന്നെയാണ്. നാം ആണ് ഈ പ്രപഞ്ചം. നാം ആണ് എല്ലാം. അഖിലം ഞാനാണ്. അഹം ബ്രഹ്മാസ്മി. ഗുരു ഈ അനുഭവമായി മാറിയതിനാലാണ് ഈ സത്യം വെളിപ്പെടുന്നത്. നാം ഈ അനുഭവത്തിൽ നിന്ന് കാലങ്ങൾക്ക് അകലെയുമാകയാൽ വൈവിധ്യത്തിൻ്റെ ആശങ്കകളിലാകുകയും ചെയ്യുന്നു.